സ്നേഹം നിറഞ്ഞവരെ, ഈശംസിയാക്കി സ്തുതിയായിരിക്കട്ടെ. തൃപ്പാദം കല്ലിന്മേൽ തട്ടി മുറിഞ്ഞു, ചെന്നിടം വാർന്നൊഴുകി എന്ന് കുരിശിന്റെ വഴിയിൽ 3-ാം സ്ഥലത്ത് നാം പാടുന്നു. മാനവരക്ഷയ്ക്കായി കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത ഈശോയുടെ കാൽവരി യാത്രയിലെ വേദനാജനകമായ ഒരു സംഭവത്തെയാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നോമ്പുകാലത്തിലൂടെ കടന്നു പോവുകയാണല്ലോ നാം. നോമ്പുകാലം എന്നത് ഹൃദയത്തിലെ കല്ലുകളെ മാറ്റി ആത്മീയമായ ഒരു നവീകരണം നേടാനുള്ള സമയമാണ്. കല്ല് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയുടെ കാൽവരി യാത്ര കഠിനമാക്കിയ ഒരുപാട് സാഹചര്യങ്ങളും സംഭവങ്ങളും വസ്തുക്കളും ഉണ്ടായിരുന്നു. അതിലൊന്നാണ് കല്ലുകൾ. രക്ഷയുടെ നന്മയുടെ പാതയിൽ തടസ്സമായി നിൽക്കുന്ന കല്ല് രക്തച്ചൊരിച്ചിലിന് കാരണമായി. കാൽവരി യാത്രയിൽ ഈ കല്ലുകൾ ഈശോയുടെ പീഡാസഹനങ്ങൾ കൂടുതൽ തീവ്രമാക്കി. കാല് കല്ലിൽ തട്ടുമ്പോഴുണ്ടാകുന്ന വേദനയിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് നാം. ഇത്തരം വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ചിലർ കരയും, ചിലർ നിശബ്ദം സഹിക്കും. ഈശോ ആകട്ടെ തൻ്റെ യാതനകരമായ ഇത്തരം അനുഭവങ്ങളെ പോലും നമ്മുടെ രക്ഷയ്ക്കുള്ള ഉപാധിയാക്കി മാറ്റി. നമ്മുടെ ജീവിതത്തിലും കല്ലുകളെ പോലുള്ളവരെ കണ്ടിട്ടുണ്ടാവാം. നമ്മുടെ പാതയിൽ മുന്നേറുമ്പോൾ മുന്നിൽ തടസ്സമായി കല്ല് പോലെ നിൽക്കുന്നവർ. ചിലപ്പോഴൊക്കെ അവരൻ്റെ കഷ്ടതകൾക്കും വേദനകൾക്കും മുമ്പിൽ നാമും കല്ല് പോലെ നിൽക്കാറുണ്ട്. ഏതാനും ചില വിചിന്തനങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്തേതാണ് ഹൃദയത്തിലെ കല്ലുകൾ അഥവാ കഠിന ഹൃദയം. ദൈവവചനം പതിക്കേണ്ട മണ്ണിൽ പലപ്പോഴും കല്ലുകൾ നിറഞ്ഞിരിക്കുന്നു. വിതക്കാരന്റെ ഉപമയിൽ കല്ലുള്ള നിലത്ത് വീണ വിത്തുകൾ പെട്ടെന്ന് മുളച്ചെങ്കിലും വേരില്ലാത്തതിനാൽ ഉണങ്ങിപ്പോയി. നമ്മുടെ ഉള്ളിലെ പക, വിദ്വേഷം, അഹങ്കാരം എന്നിവയാകുന്ന കല്ലുകൾ വചനത്തിന്റെ വേരുകളെ തടയുന്നുണ്ടോ? ഈ നോമ്പ് കാലത്ത് കല്ലുകൾ നീക്കി ഹൃദയത്തെ മൃദുവായ മണ്ണാക്കി മാറ്റാം. പ്രവാചകനായ എസെക്കിയേൽ വഴി ദൈവം അരുളി ചെയ്തു, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം നൽകും. രണ്ടാമത്തെ പോയിന്റിലേക്ക് ഒന്ന് പോകാം. മറ്റുള്ളവർക്ക് നേരെയുള്ള കല്ലെറിയൽ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞവരോട് യേശു പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന്. മറ്റുള്ളവരെ വിധിക്കാനും വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്താനും ഉപയോഗിക്കുന്ന കല്ലുകൾ താഴെയിടാൻ ഈ നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വയം തിരുത്തലിന്റെ സമയമാണിത്. പരീക്ഷയിൽ അകപ്പെടുന്ന കല്ലുകൾ. മരുഭൂമിയിലെ പ്രലോഭന വേളയിൽ സാത്താൻ യേശുവിനോട് ആവശ്യപ്പെട്ടത് ഈ കല്ലുകൾ അപ്പമാക്കി മാറ്റാനാണ്. അമിതമായ ആഗ്രഹങ്ങളെയും ഭൗതിക സുഖങ്ങളെയും നിയന്ത്രിക്കാൻ നമുക്ക് ശ്രമിക്കാം. കല്ലിനെ അപ്പമാക്കുന്ന അത്ഭുതത്തെക്കാൾ വിശക്കുന്നവന് സ്വന്തം അപ്പത്തിൽ നിന്ന് പകുതി നൽകുന്ന സ്നേഹത്തിന്റെ അത്ഭുതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കല്ലറയിലെ കല്ല്. യേശുവിന്റെ കല്ലറയ്ക്ക് മുന്നിൽ വലിയൊരു കല്ല് ഉരുട്ടി വച്ചിരുന്നു. അത് മരണത്തിന്റെയും നിരാശയുടെയും അടയാളമായിരുന്നു. എന്നാൽ ഉയർപ്പിന്റെ പ്രഭാതത്തിൽ ആ കല്ല് മാറ്റപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളും സങ്കടങ്ങളുമാകുന്ന വലിയ കല്ലുകൾ ദൈവം മാറ്റിത്തരും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഏതൊരു കല്ലറയും തുറക്കപ്പെടും. ഓരോരുത്തരും കല്ല് ഉപയോഗിക്കുന്നത് ഓരോ വിധത്തിലാണ്. ചിലർ കല്ലുകൾ കൊണ്ട് മഹാസൗധങ്ങൾ തീർക്കുന്നു. ചിലരാകട്ടെ കല്ലിൽ നിന്ന് സുന്ദര ശില്പങ്ങൾ കൊത്തുന്നു. മറ്റു ചിലർ കല്ലുകൾ കൊണ്ട് മതിലുകൾ തീർക്കുന്നു. ചിലർ കല്ലുകൾ കൊണ്ട് അപരനെ എറിയുന്നവരുമുണ്ട്. മാർഗതടസ്സം സൃഷ്ടിച്ച കല്ലിനെ പോലും രക്ഷാകര ചരിത്രത്തിൽ നാഴിക കല്ലാക്കി മാറ്റിയ ഈശോയാണ് നമ്മുടെ മാതൃക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്നേഹിക്കാനും ക്ഷമിക്കാനും മടിക്കുന്ന കല്ലുപോലെ ഉറച്ചുപോയ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് മാറ്റണമേ. മറ്റുള്ളവരുടെ വളർച്ചയിലോ വിശ്വാസത്തിലോ
തടസ്സക്കല്ലുകളായി ഞങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. മറ്റുള്ളവരെ വിധിക്കാനും വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്താനും ഞങ്ങൾ എറിയുന്ന കല്ലുകളെ ഉപേക്ഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ.